ശങ്കിച്ചു നിന്ന ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു. ഇടതിനെയും വലതിനെയും ഒഴിവാക്കി BJPക്ക് ഒപ്പം നിൽക്കുമെന്ന സൂചനയാണ് ഉണ്ടാകുന്നത്. LDFനെയും UDFനെയും മടുത്ത ജനങ്ങൾക്ക് മൂന്നാമത്തെത്തിയ ദീർഘകാലത്തെ ആഗ്രഹത്തിൽ ഉറപ്പിച്ച ജനങ്ങൾ. അതിൻ്റെ തുടക്ക സൂചനയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. NDA മുന്നണിക്ക് വൻ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യമായി താമര വിരയിച്ച അക്കൗണ്ട് തുറന്ന് തൃശ്ശൂരിൽ BJP MPയെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ച് കേന്ദ്രമന്ത്രിയായി തിരിച്ചെത്തി. ഈ ആരംഭം ബംഗാളിലെയും ത്രിപുരയിലും ഓർക്കാൻ ഇടവരുത്തിയെന്ന രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. CPMൻ്റെ കുത്തക കോട്ടകളിലും ചിലയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ ആധിപത്യ മേഖലകളിലും ലീഡ് ഉറപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. 11ഓളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തും 5ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിറപ്പിച്ചു. അടുത്ത പഞ്ചായത്ത് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നു. CPMും പറയുന്നത് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും തിരിച്ചു വരുമെന്നാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് CPM കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നാണ്. പിണറായി രണ്ടാം ഭരണം സംസ്ഥാനത്തെ ജനങ്ങളെ അത്ര അധികം വെറുപ്പിച്ചു. ഞങ്ങൾ വരും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ഇതാണോ എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. കണ്ണൂരിലെ ഇടത് കോട്ടകളിൽ വളരെ അനാസായമായി BJP മുന്നേറ്റമുണ്ടാക്കിയത് നിസ്സാര കാര്യമല്ല. UDF കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നാലും BJP ഇത്ര വോട്ട് പിടിച്ചില്ലെങ്കിലും ആലത്തൂരും നഷ്ടപ്പെടുമായിരുന്നു. പേരിന് ഒരു സീറ്റിൽ ഒതുക്കി ആലത്തൂരിലെ നെൽകർഷകർ ഈ ഭരണത്തെ അത്രയ്ക്ക് വെറുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ഭരണം എങ്ങനെ ആയിരിക്കണമെന്ന് ജനങ്ങൾ കണ്ട സ്വപ്നം തല്ലിക്കെടുത്തി ജനദ്രോഹ ഭരണമായി മാറി. അത് ഉൾക്കൊണ്ട് തിരുത്താൻ തയ്യാറാവാതെ അഹങ്കാരവും ധാർഷ്ട്യവും കൈമുതൽ മുതലാക്കിയ ശൈലി മുറുകെ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഗുരുതരമായ അപകടത്തിലേക്ക് CPMനെ തള്ളിവിടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. CPM കോട്ടകളിൽ വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായതിൻ്റെ കാരണം CPM പ്രവർത്തകരും അണികളും മാറി ചിന്തിച്ചു എന്നർത്ഥമാക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രശംസിച്ചും പിന്തുണച്ചും ഈ ഭരണശൈലി മികച്ചതാണെന്ന് വരുത്തി തീർത്ത് ശ്രുതി പാടി മുഖ്യമന്ത്രിയെ സുഖിപ്പിച്ച് നേട്ടം നേടാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ പാർട്ടിയെ പടുകുഴിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എതിർത്ത് വിമർശിക്കുന്നവരാണ് സത്യത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാനും ഇവർ മറന്നുപോകുന്നു. ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ മോദിയും അമിത്ഷായും മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനെ വിളിച്ചു വരുത്തി അമിത്ഷാ ശാസിച്ചതും ജനങ്ങൾ കണ്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ TDP ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായി TDP നേതാവ് ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചന്ദ്രബാബു നായിഡു അധികാരം ഏറ്റെടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റിൽ വിജയിച്ചാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത്. ഇതോടെ 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആവുന്നത്. ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാൺ സത്യപ്രതിജ്ഞ ചെയ്തു. ആന്ധ്രയിലെ NDA സത്യസന്ധമാക്കിയ ആളായിരുന്നു പവൻ കല്യാൺ. വൻ ജനാവലി എത്തിയ ചടങ്ങിൽ മോദിക്കൊപ്പം അമിത്ഷായും സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിൽ ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർമാരായ രജനീകാന്ത്, ചിരഞ്ജീവി, ബാലകൃഷ്ണ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രിസഭയിൽ 3 വനിതകളടക്കം 17 പുതുമുഖങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വലിയ ധർമ്മസങ്കലത്തിലാണെന്ന് രാഹുൽ ഗാന്ധി. വയനാടോ റായ്ബറേലിയോ ആശങ്കയിൽ. വയനാടിൽ തുടരണോ റായ്ബറേലിയിൽ തുടരണോ എന്നുള്ള വലിയ ധർമ്മസങ്കടത്തിലാണ് താനെന്ന് രാഹുൽ ഗാന്ധി. ഇരു മണ്ഡലങ്ങളിലെയും ജനങ്ങൾ സന്തോഷവാന്മാരാണെങ്കിലും ആ തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ വൻ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം. ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം. തുറന്ന ജീപ്പിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷമാണ്
രാഹുൽ പ്രസംഗവേദിയിലെത്തിയത്. പ്രധാനമന്ത്രിക്ക് എതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. 2 മണ്ഡലത്തിൽ രാജ്യത്ത് ഇതിനു മുൻപ് എത്രയോ നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ട്. മത്സരിച്ച 2ലും വിജയിച്ചത് 1 മണ്ഡലം ഒഴിയുന്ന പതിവ് സാധാരണമാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഏത് മണ്ഡലം ഒഴിഞ്ഞാലും ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മണ്ഡലത്തിലെ ജനങ്ങൾ തയ്യാറാവാൻ മാത്രമേ അതിന് രക്ഷയുള്ളൂ. എന്നാൽ ഈ അവസ്ഥ നരേന്ദ്രമോദിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൃപ്തി പരസ്യമായി അറിയിച്ച RJD CPMനെതിരെ പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല. എന്തിനാണ് ഇത്ര അവഗണന? മന്ത്രിസ്ഥാനത്തിന് അർഹതയായ ഞങ്ങളെ പരിഗണിച്ചില്ല. കേരളത്തിൽ JDSഉം LDFിനൊപ്പം, കേന്ദ്രത്തിൽ NDAയ്ക്കും ഒപ്പം. അതൊന്നും പ്രശ്നമല്ല. CPMനെതിരെ പൊട്ടിത്തെറിച്ച RJD നേതാവ്. കോഴിക്കോട് രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ തീർത്തും തഴഞ്ഞ CPMനെതിരെ തുറന്നടിച്ച RJD നേതാവ് MP ശ്രേയാംസ് കുമാർ. രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ CPM മാന്യത കാട്ടിയില്ല എന്ന് ശ്രേയാംസ് കുമാർ വിമർശിച്ചു. ഇത് സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ച പോലും ഉണ്ടായിട്ടില്ല. LDFിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല RJD എന്നും ശ്രേയസ് കുമാർ പറഞ്ഞു. കേരളത്തിൽ JDS LDFിനൊപ്പം, കേന്ദ്രത്തിൽ NDAയ്ക്കൊപ്പം, എന്നിട്ടും ഇടതുമുന്നണി നേതൃത്വത്തിന് അതൊരു പ്രശ്നമേ അല്ല എന്ന് ശ്രേയസ് കുമാർ തുറന്നടിച്ചു. മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന ആരോപണം RJD പ്രവർത്തകർക്കും ഉണ്ടെന്നാണ് അണികളും പറയുന്നത്. RJD ശക്തമായ തീരുമാനമെടുക്കാനാണ് തയ്യാറെടുപ്പ് നടത്തുന്നതെന്ന് അറിയുന്നു. കുവൈത്തിലെ തീപിടുത്തത്തിൽ 49 പേർ മരിച്ചു. 21 ഇന്ത്യക്കാർ മരിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നു. കേരളത്തിലെ 12 പേർ മരിച്ചതായാണ് വാർത്തകൾ വരുന്നത്. മരിച്ചവരിൽ കൊല്ലം, കാസർഗോഡ് സ്വദേശികളും. ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അനുശോചിച്ചു. സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലേക്ക് പുറപ്പെട്ടു. കൊല്ലം സ്വദേശി ഷമീറും കാസർഗോഡ് സ്വദേശിയുമാണ് മരിച്ചതെന്ന് അറിയുന്നു. NBCT തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്.